OnePlus അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ OnePlus Nord ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനെ കുറിച്ച്. അത് തൊട്ടുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഒരു നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. കുറഞ്ഞ കാലയളവിൽ തന്നെ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കിയെടുത്ത ഒരു മൊബൈൽ നിർമ്മാണ കമ്പനിയാണ് OnePlus. ഇന്നിതാ അവരുടെ ഏറ്റവും പുതിയ മൊബൈൽ ഫോണായ OnePlus Nord ഇന്ത്യൻ വിപണിയിൽ അവർ എത്തിച്ചിരിക്കുകയാണ്. സാധാരണയായി ഫ്ലാഷ് സെയിൽ മൊബൈലുകളാണ് OnePlus പുറത്തിറക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെ ഇറക്കിയതിൽ നിന്നും ഏറ്റവും പ്രൈസ് കുറഞ്ഞ മോഡലാണ് അവർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന OnePlus Nord. നമുക്കാദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.44 ഇഞ്ചാണ്. അതേപോലെ തന്നെ പ്രൊസസ്സർ എന്ന് പറയുന്നത് Qualcomm Snapdragon 765G ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. ഇതിൻ്റെ ഒരു ക്യാമറയുടെ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണെങ്കിൽ 32 MP പ്ലസ് 8 MB രണ്ട് ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ റിയർ ക്യാമറ എന്ന് പറയുന്നത് 48 പ്ലസ് 8 MB പ്ലസ് 5 MB പ്ലസ് 2 MB എന്നിങ്ങനെയുള്ള 4 ക്യാമറകളാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് Android 10 വേർഷനിലാണ്. സാധാരണയായി OnePlus പുറത്തിറക്കുന്ന മറ്റു ഫോണുകളിൽ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാഷ് സെയിൽ മൊബൈൽ വാങ്ങുന്നതിലുള്ള എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു OnePlus Nordൽ. ഈ ഒരു മൊബൈലിൻ്റെ ഡൈമെൻഷൻ ഭാഗത്തേക്ക് കടക്കുമ്പോൾ 158.30 × 73.30 × 8.20 ഡയമെൻഷനാണ് ഈ ഒരു മൊബൈലിനുള്ളത്. അതേപോലെ ഈ ഒരു മൊബൈലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 184 ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. നമുക്ക് ഇതിലൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു വലിയൊരു കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ മറ്റ് ഘടകങ്ങളിലേക്ക് വരുമ്പം 180 × 2400 പിക്സലാണ് ഈ ഒരു മൊബൈലിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷനായി പറയുന്നത്. ഗോറില്ലയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൻ്റെ ബേക്കിലെ ഗ്ലാസ്സിലും അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലും നമുക്കിതിൽ സപ്പോർട്ടഡ് ആണ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ. അതേപോലെ തന്നെ 20:9 ആണ് ഈ ഒരു മൊബൈലിൻ്റെ ആസ്പെക്ട് റേഷ്യോ. Qualcomm Snapdragon 2.4 GHz ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഒരു മൊബൈലിൻ്റെ പ്രൊസസ്സറായി പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ക്യാമറ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് റിയർ ക്യാമറയുടെ 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും പ്ലസ് ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും ഉണ്ട്. അതേപോലെ തന്നെ ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റും നമുക്ക് റിയർ ക്യാമറയിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് 32 MB പ്ലസ് 8 MB ക്യാമറകളാണ് ഉള്ളത്. നമുക്കിതിൽ ഫ്ലാഷ് ലൈറ്റ് ലഭിക്കില്ല. പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം Android 10 ഇത് ഈ ഒരു മൊബൈൽ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ സ്കിന്ന് Oxygen OS 10.5 ആണ് ഇതിൻ്റെ സ്കിന്ന്. നമുക്കിതിൽ നാനോ സിമ്മാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 2 സിമ്മ് നമുക്കിതിൽ യൂസ് ചെയ്യാം. നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് മെമ്മറി കാർഡ് ആഡ് ചെയ്യാൻ കഴിയില്ല. സാധാരണ ഫ്ലാഷ് സെയിൽ വരുന്ന മൊബൈലുകളുടെ അതേ ഒരു മോഡലാണ് ഇതിലും നൽകിയിരിക്കുന്നത്. ഈ ഒരു മൊബൈലിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിതിൽ 5G സപ്പോർട്ടറാണ്. നമുക്കിനി ഇന്ത്യയിലേക്ക് 5G വരുന്ന സമയത്ത് ഈ ഒരു മൊബൈലിലൂടെ തന്നെ 5G യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല 5G മൊബൈലിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു മൊബൈൽ കൂടിയാണ് നമ്മുടെ ഈ OnePlus Nord. ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, മാഗ്നറ്റോമീറ്റർ, അപ്രോക്സിമേറ്റ് സെൻസർ, ആക്സിലോമീറ്റർ സെൻസർ, ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ, ഗൈറോസ്കോപ്പ് എന്നിങ്ങനെയുള്ള സെൻസേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ഡിസ്പ്ലേയിലാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് 60 GB റാം അതേപോലെ തന്നെ 64 GB മെമ്മറി വേരിയൻറ്റിന് വരുന്നത് 24,999 രൂപയാണ്. അതേപോലെ തന്നെ 8 GB റാം 128 GB മെമ്മറിയിൽ വരുന്ന സമയത്ത് 27,999 രൂപയും. അതുപോലെ തന്നെ 12 GB റാം 256 GB മെമ്മറി വരുന്ന സമയത്ത് 29,000 രൂപയാണ് ഈ ഒരു മൊബൈലിൻ്റെ പ്രൈസ് റേഞ്ചായി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.